പത്തനംതിട്ട ഏനാത്ത് KSRTC ബസ്സിൽ മകളോട് മോശമായി പെരുമാറിയ ആളെ കൈകാര്യം ചെയ്ത അമ്മയുടെ പ്രവൃത്തിയെ അഭിനന്ദിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ രംഗത്തെത്തുന്നത്. 24 വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിന് പിന്നാലെ മനുഷ്യാവകാശ കമ്മീഷൻ ഈ സംഭവത്തിൽ സ്വമേധയാ കേസെടുക്കുകയും രാധാകൃഷ്ണപിള്ളയെ പോക്സോ ചുമത്തി അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോഴും ചില ചോദ്യങ്ങൾ ബാക്കിയാകുന്നുണ്ട്. നിയമം തോറ്റയിടത്താണോ ഒരു അമ്മയ്ക്ക് ഇത്തരത്തിൽ പ്രതികരിക്കേണ്ടി വരുന്നത്? എന്ത് സുരക്ഷയാണ് ബസ്സിൽ യാത്ര ചെയ്യുന്ന പെൺകുട്ടികൾക്കുൾപ്പെടെയുള്ളത്? AV ജയശങ്കറിന്റെ റിപ്പോർട്ട് കാണാതെ. KSRTC ബസ്സിൽ മകൾക്കെതിരെ അതിക്രമം കാണിച്ച ആളെ നേരിട്ട അമ്മയാണിപ്പോൾ നാട്ടിലെ താരം. എങ്ങും അഭിനന്ദന പ്രവാഹം. കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് അടൂർ ഏനാത്ത് വെച്ച KSRTC ബസ്സിൽ പെൺകുട്ടിക്ക് നേരെ അതിക്രമമുണ്ടാകുന്നത്. പിന്നാലെയാണ് വിവരമറിഞ്ഞെത്തിയ അമ്മ പ്രതി രാധാകൃഷ്ണപിള്ളയുടെ മുഖത്തടിച്ചത്. അടിയിൽ പ്രതിയുടെ മൂക്കിന്റെ പാലം തകർന്നു. പ്രതി തനിക്കും മകൾക്കും നേരെ അസഭ്യവർഷം നടത്തിയെന്നും സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായാണ് മുഖത്തടിച്ചതെന്നും പെൺകുട്ടിയുടെ അമ്മ 24നോട് പറഞ്ഞു. കുട്ടി സ്കൂളിൽ പോയിട്ട് തിരിച്ചു വന്ന ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയപ്പോൾ ഒരു വ്യക്തി, അപരിചിതനായ ഒരു വ്യക്തി കുട്ടിയുടെ ശരീരത്തെ പിടിക്കുകയും നിങ്ങൾ എന്തിനാ എൻ്റെ കാലിൽ തൊട്ടതെന്ന് ചോദിച്ച് പ്രതികരിച്ചപ്പോൾ കുട്ടിയോട് വളരെ മോശമായിട്ട് ഇടപെടുകയും അസഭ്യം പറയുകയും ചെയ്യുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം ശരിക്കും നമ്മളുടെ നേരെ ആക്രോശിച്ചുകൊണ്ട് വരികയും നമ്മളെ ദേഹോപദ്രവം ചെയ്യത്തക്ക രീതിയിൽ ചെയ്യുകയും ചെയ്യുകയുണ്ടായി. അതിന് നമ്മൾ ജീവരക്ഷാർത്ഥം നമ്മളുടെ സ്വയം രക്ഷ നമ്മൾ നോക്കിയുണ്ടായി. പ്രതിക്കെതിരെ നിയമപരമായി മുന്നോട്ട് പോകും. ഇനിയൊരു പെൺകുട്ടിക്കും ഈ അവസ്ഥ ഉണ്ടാകരുത്. തനിക്കെതിരെ കേസെടുക്കുന്നതിൽ ആശങ്കയില്ലെന്നും അമ്മ. കുറ്റബോധമില്ല, നല്ല ആത്മവിശ്വാസമുണ്ട്, നല്ല സമീപനം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നൊക്കെ നല്ല സമീപനം നമുക്കുണ്ട്. ഇനി ഒരു അമ്മമാർക്കും ഇങ്ങനെ ഉണ്ടാവരുത്, ഒരു പെൺകുട്ടികൾക്കും നേരെ ഇങ്ങനെ അതിക്രമം ഉണ്ടാവരുത്. ബസ്സിലെ അതിക്രമവുമായി ബന്ധപ്പെട്ട് അമ്മയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയാണ് മൊഴി രേഖപ്പെടുത്തിയത്. പോക്സോ ഉൾപ്പെടെ ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. പ്രതി രാധാകൃഷ്ണപിള്ളയുടെ പരാതിയിൽ ഉടൻ അമ്മയ്ക്കെതിരെ കേസെടുക്കേണ്ട എന്നാണ് പോലീസ് തീരുമാനം. വിശദമായ മെഡിക്കൽ റിപ്പോർട്ടുകൾ ലഭിച്ച ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. അതേസമയം സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയും KSRTC മാനേജിംഗ് ഡയറക്ടറും സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണം. 15 ദിവസത്തിനുള്ളിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാനാണ് കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. പൊതു ഇടങ്ങളിൽ സ്ത്രീകൾക്ക് നേരെ അതിക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ കർശന നടപടികൾ ഉണ്ടാകുമെന്ന് പറയുന്ന നിയമ സംവിധാനം ഒന്നുകൂടി ഉണർന്ന് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഒരമ്മയ്ക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വരുമായിരുന്നില്ല. ആരെയും കുറ്റം പറയുന്നതില്ല. ഇനിയും മെച്ചപ്പെടാനുണ്ട് നമ്മുടെ നാട്ടിലെ ക്രമസമാധാന പരിപാലനം. ക്യാമറമാൻ അനന്തു ബി നായർക്കൊപ്പം AV ജയശങ്കർ, 24 കൊട്ടാരക്കര. പൊതുജനം കഴുതയല്ല സാർ. അപ്പോൾ ആ ബസ്സിൽ നിറയെ യാത്രക്കാരുണ്ടായിരുന്നു. പക്ഷേ അമ്മയ്ക്ക് ഇത്തരത്തിൽ പുറത്തിറങ്ങിയപ്പോൾ പ്രതികരിക്കേണ്ടി വന്നു. ഒരു പെൺകുട്ടിക്കും ഇനി ഇതുപോലെ ഒരു അനുഭവം ഉണ്ടാകാൻ പാടില്ല. ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാം. അമ്മ ചെയ്ത പ്രവൃത്തി ഇന്ന് നല്ല ഇതാണ്. ഇങ്ങനെയുള്ള പ്രവൃത്തികൾക്ക് ഇത് തന്നെ ശിക്ഷ കൊടുക്കാനുള്ള വഴിയുള്ളൂ. 100% അമ്മ ചെയ്തതാണ് ശരി. സ്വന്തം മകളെ ഒരു പൊതുനിരത്തിൽ വെച്ച് ഒരു സാമൂഹ്യ വിരുദ്ധൻ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ അമ്മയല്ല, സ്ത്രീകളല്ല, മനസാക്ഷിയുള്ളവരാരും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് അമ്മയും ചെയ്തത് എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ തന്നെയാണ് അമ്മയോടൊപ്പമാണ് ആ അമ്മയുടെ മനസ്സിനോടൊപ്പമാണ് ഞങ്ങൾ നിൽക്കുന്നത്. അത് ഇങ്ങനത്തെ ചെയ്യുന്ന ആൾക്കാരെ തീർച്ചയായിട്ടും നിയമത്തിന് വിധേയമാക്കിക്കൊണ്ട് തീർച്ചയായിട്ടും ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. പ്രവൃത്തി നല്ല പ്രവൃത്തിയാണത്. അത് മൂക്കടിച്ച് പൊട്ടിക്കുകയല്ല, അതിനെക്കാട്ടിൽ ക്രൂരമായ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്.